നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി കെ റഫീഖിനെ വീണ്ടും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി KM ഫ്രാൻസിസിനെയും ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. വെള്ളമുണ്ട കൊച്ചാർ കോളനിയിൽ മദ്യം കഴിച്ചു 3 പേർ മരിച്ച സംഭവം. മദ്യത്തിൽ മാരക വിഷം കലർന്നതായി സൂചന. ഫോറൻസിക് റിപ്പോർട്ട് നാളെ ലഭിക്കും. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് നാളെ ഉണ്ടായേക്കും. വെള്ളമുണ്ടയിൽ വീണ്ടും മോഷണം. പീച്ചംകോട് തയ്യത്ത് രാജേഷ് കുമാറിന്റെ വീട്ടിൽ നിന്നും 23 പവൻ കവർന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ത്വക്ക് രോഗ വിദഗ്ധനെ മാറ്റി. ആവശ്യത്തിന് ചികിത്സ ലഭിക്കാതെ രോഗികൾ ദുരിതത്തിൽ. മേപ്പാടിയിൽ മുദ്രപത്രം ലഭിക്കാനില്ല. പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വെള്ളമുണ്ട കൊച്ചാര കോളനിയിൽ മദ്യം കഴിച്ച് 3 പേർ മരണപ്പെട്ട സംഭവം. പൊട്ടാസ്യം സയനൈഡ് മദ്യത്തിൽ കലർത്തിയതായി സൂചന. ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ട് നാളെ പോലീസിന് ലഭിക്കും. ലാബ് റിപ്പോർട്ട് ലഭിച്ച ഉടൻ കസ്റ്റഡിയിലുള്ള 2 പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയേക്കും. നാടിനെ നടുക്കിയ വെള്ളമുണ്ട കോളനിയിലെ 3 പേരുടെ മദ്യപാനത്തിനു ശേഷമുണ്ടായ മരണം ഇവർ കഴിച്ച മദ്യത്തിൽ മാരക വിഷമായ പൊട്ടാസ്യം സയനൈഡ് കലർന്നതായി സൂചന. കോഴിക്കോട് ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ട് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും. റിപ്പോർട്ട് ഔദ്യോഗികമായി ലഭിച്ചു കഴിഞ്ഞാലുടൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. പൂജ ചെയ്യാനായി മരണമടഞ്ഞ തികനായിക്കിന് സജിത്താണ് മദ്യം വാങ്ങി നൽകിയത്. സജിത്ത് മദ്യം വാങ്ങിയത് സ്വർണ്ണപ്പണിക്കാരനായ സന്തോഷ് എന്നയാളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പഴുതടച്ച അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അന്വേഷണത്തിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം SMS ഡിവൈഎസ്പിക്ക് കേസ് കൈമാറിയത്. അതിനിടെ തങ്ങളുടെ ഉറ്റവരുടെ ജീവൻ അപായപ്പെടുത്തിയ ആളുകളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടിൽ ഉയരുന്നത്. വയനാട് വിഷൻ, വെള്ളമുണ്ട. വെള്ളമുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മോഷണം. മാനന്തവാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരനായ പീച്ചങ്കോട് തയ്യത്ത് രാജേഷ് കുമാറിന്റെ വീട്ടിൽ നിന്നും 23 പവനോളം സ്വർണമാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. അടുക്കളവാതിലിന്റെ കുറ്റിയിളക്കി അകത്തുകടന്ന മോഷ്ടാവ് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച 23 പവനോളം സ്വർണ്ണാഭരണം മോഷ്ടിച്ചു. വീട്ടുടമ രാജേഷും കുടുംബവും പുറത്തുപോയ സമയത്താണ് അടുക്കള ഭാഗത്തെ വാതിൽ തകർത്ത് മോഷ്ടാവ് അകത്ത് കടന്നത്. കിടപ്പുമുറിയിലെ അലമാരയുടെ ഡ്രോയെടുത്ത് റോഡിന് എതിർവശത്തെ വാഴത്തോട്ടത്തിൽ കൊണ്ടുപോയാണ് ഡ്രോയിലെ ചെറിയ ബാഗിലുണ്ടായിരുന്ന സ്വർണം കണ്ടെത്തി കൊണ്ടുപോയത്. 1/2 പവനോളം വരുന്ന സ്വർണമേ ബാഗിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളമുണ്ട പോലീസ് സബ് ഇൻസ്പെക്ടർ P. ജിതേഷിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വയനാട് വിഷൻ, വെള്ളമുണ്ട. ഡോക്ടർമാരുടെ കുറവിൽ ബുദ്ധിമുട്ടുന്ന ബത്തേരി താലൂക്ക് ആശുപത്രിക്ക് തിരിച്ചടിയായി ത്വക്ക് രോഗ വിദഗ്ധരെയും മറ്റിടങ്ങളിലേക്ക് മാറ്റി. ആശുപത്രിയിൽ ആകെയുള്ള 2 ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലുള്ളവരെയാണ് മാറ്റിയത്. നിത്യേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് അനുഭവപ്പെടുന്ന സമയത്താണ് നിലവിലുള്ള 2 ഡോക്ടർമാരെ വർക്ക് അറേഞ്ച്മെന്റിന്റെ പേരിൽ ജില്ലയിലെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിലെ ത്വക്ക് രോഗ വിഭാഗത്തിലെ 2 ജൂനിയർ കൺസൾട്ടന്റുമാരെയാണ് മാറ്റിയത്. ആദ്യം ഒരാളെ മാസങ്ങൾക്ക് മുമ്പ് വർക്ക് അറേഞ്ച്മെന്റിന്റെ പേരിൽ കൽപ്പറ്റയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്നാണ് രണ്ടാമത്തെ ആളെയും ആഗസ്റ്റ് മാസം മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി ഉത്തരവായത്. ഇതോടെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഡെർമറ്റോളജി പോസ്റ്റ് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രി പുതിയ ബ്ലോക്കിലേക്ക് പ്രവർത്തനം ആരംഭിക്കാനിരിക്കെയാണ് നിലവിലെ ഡോക്ടർമാരെ മാറ്റിയിരിക്കുന്നത്. ഇത് പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. അതേസമയം ആശുപത്രിയിലേക്ക് ഡെർമറ്റോളജിസ്റ്റിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. വയനാട് വിഷൻ, ബത്തേരി. മേപ്പാടിയിൽ മാസങ്ങളായി മുദ്രപത്രം കിട്ടാനില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ജനങ്ങൾ മുദ്രപത്രത്തിനായി നെട്ടോട്ടമോടുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് ആവശ്യം.
മുദ്രപത്രം കിട്ടാനില്ലാതെ മേപ്പാടിയിൽ ജനങ്ങൾ വലയുകയാണ്. മൂപ്പൈനാട്, മേപ്പാടി, വൈത്തിരി പഞ്ചായത്തുകളുടെ പരിധിക്കുള്ളിൽ ആധാരമെഴുത്തുകാർ പലരുണ്ടെങ്കിലും മേപ്പാടിയിലെ പ്രായമായ ഒരു സ്ത്രീയുടെ പേരിൽ മാത്രമേ വെണ്ടർ ലൈസൻസ് ഉള്ളൂ. അവർക്കാകട്ടെ പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുദ്രപത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വിതരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. മാസങ്ങളായി ഇതാണ് അവസ്ഥ. ഇക്കാരണത്താൽ മുദ്രപത്രത്തിനായി ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ഒരു മുദ്രപത്രം കിട്ടണമെങ്കിൽ കൽപ്പറ്റയിൽ അലയണം. വെണ്ടർ ലൈസൻസ് സ്വന്തം മകന്റെ പേരിലേക്ക് മാറ്റുന്നതിനായി ജില്ലാ ട്രഷറിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് നിലവിലെ ലൈസൻസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ട്രഷറിയിൽ നിന്ന് അതിന് മാസങ്ങളായിട്ടും നടപടിയുണ്ടാകുന്നില്ല. മുദ്രപത്രം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരു മാസത്തോളമായിട്ട് മേപ്പാടിയിൽ മുദ്രപേപ്പർ കിട്ടാനില്ല. അപ്പോൾ ജനങ്ങൾ ഈ മുദ്രപേപ്പറിന് വേണ്ടിയിട്ട് കൽപ്പറ്റ പോലുള്ള ടൗണുകളിലേക്ക് ആശ്രയിച്ച് പോവുകയാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മേപ്പാടിയിലെ വെണ്ടർ ലൈസൻസ് എന്ന NS ജാനകി എന്ന ഒരു സ്ത്രീയുടെ പേരിലാണ്. അവർക്ക് ഒരുപാട് വയസ്സായതുകൊണ്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അവരുടെ മകൻ്റെ പേരിലേക്ക് അതിൻ്റെ ലൈസൻസ് മാറ്റാൻ വേണ്ടി ട്രഷറിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ 2 മാസത്തോളമായിട്ട് അവരെ ഉദ്യോഗസ്ഥർ ഈ ലൈസൻസ് മാറ്റി കൊടുക്കാത്തത് കാരണം മേപ്പാടിയിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ആധാര എഴുത്ത് ഓഫീസിലാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. വയനാട് വിഷൻ, മേപ്പാടി. 2 ദിവസമായി വൈത്തിരിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഷംസീർ MLA, MC സജീസ്, റജീന തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമാപന സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. 200 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. രാത്രിയാത്രാ നിരോധന പരിഹാരം, നഞ്ചൻകോട് റെയിൽവേ പദ്ധതി, പ്രളയാനന്തരം വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുക, ആദിവാസി പിന്നാക്ക മേഖലകളിൽ പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ സെക്രട്ടറിയായി വീണ്ടും K. റഫീഖിനെ തെരഞ്ഞെടുത്തു. റഫീഖ് ഇത് 2ാം തവണയാണ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രസിഡന്റായി KM ഫ്രാൻസിസും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം നിലവിൽ ഡിവൈഎഫ്ഐ മാനന്തവാടി ബ്ലോക്ക് സെക്രട്ടറിയാണ്. ട്രഷററായി MV വിജേഷിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. വയനാട് വിഷൻ കേബിൾ ഓപ്പറേറ്റർ ബഷീർ പൊഴുതനയുടെ പിതാവ് മാഞ്ഞാൻപറമ്പിൽ ഹംസ നിര്യാതനായി. 77 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെക്കാലം ചികിത്സയിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മയ്യത്ത് നിസ്കാരം നാളെ രാവിലെ 9 മണിക്ക് പെരുങ്കോട ജുമാ മസ്ജിദിൽ. ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50 ആണ്ടിന്റെ നിറവിന് അവതരണ ഗാനമൊരുക്കി വിദ്യാർത്ഥികൾ. ഒരു നാടിന്റെ സംസ്കാര ഗാനത്തിന് താളമൊരുക്കിയതാകട്ടെ ഇവരുടെ സംഗീതാധ്യാപകരും. ചീരാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപകനായ മാത്യൂസിന്റെ നേതൃത്വത്തിൽ 6 വിദ്യാർത്ഥികൾ ചേർന്നാണ് സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് അവതരണ ഗാനമൊരുക്കിയത്. അൻപത് വർഷത്തിൻ്റെ നിറവിൽ ഇവിടെ പഠിച്ച 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇളം തലമുറയുടെ സ്നേഹ ഉപഹാരമാവുകയാണ് ഈ അവതരണ ഗാനം. വിദ്യാർത്ഥികളായ ശ്രേയ തെരേസ, അഭീഷ്മ വിജയൻ, നവ്യ മധു, അനഘ പോൾ, ഖദീജ മുംതാസ് എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ആദിത്യ ഗംഗയുടെ രചനയിൽ ഇവർ ആലപിച്ച ഗാനം ഈ നാടിൻ്റെ തന്നെ സാംസ്കാരിക ശുദ്ധിയുടെ താളത്തിൽ ലയിക്കുകയാണ്. സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് 50 വർഷത്തിൻ്റെ നിറവിനൊപ്പം ഈ ഗാനവും അലയടിക്കും. ചീരാൽ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ പ്രവർത്തനത്തിനൊരു അവതരണ ഗാനം ചീരാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മാത്രം ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു നല്ല അവതരണ ഗാനം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ഈ കൊച്ചുകുടിക്കായ ആദിത്യ ഗംഗയാണ്. അതിന് ശബ്ദം നൽകി പാടിയത് ചുറ്റും നിൽക്കുന്ന കുട്ടികളാണ്. സംഗീതം നൽകിയത് ഇതേ സ്കൂളിലെ അധ്യാപകനായ ശ്രീ TP മാത്യു സാറാണ്. വളരെ മനോഹരമായി കുട്ടികൾക്കത് പാടാൻ കഴിഞ്ഞു.
നമ്മുടെ റെക്കോർഡിംഗ് പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് പരിചയപ്പെടാൻ അതോടുകൂടി കഴിഞ്ഞു. മാത്രമല്ല മനോഹരമായ നമ്മുടെ ഗ്രാമത്തെയും സ്കൂളിൻ്റെ പശ്ചാത്തലത്തെയും വർണ്ണിച്ചുകൊണ്ട് അതിമനോഹരമായ രീതിയിൽ അത് ചെയ്തു തീർക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞു. വയനാട് വിഷൻ, ചീരാൽ. ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകളുടെ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ട്രൈസം ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വാസുദേവൻ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയമുരളി, സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MU ജോർജ്, VT ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്കിലെ 73 വിദ്യാർത്ഥികൾക്കായി 16,90,500 രൂപയാണ് സ്കോളർഷിപ്പായി നൽകിയത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വയനാടെന്ന് പറയുമ്പോൾ പിന്നോക്കാവസ്ഥയിലാണ് വിദ്യാഭ്യാസ മേഖലയെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ വയനാട് ജില്ല ഏറ്റവും മുൻപന്തിയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇവിടെ അപേക്ഷ ലഭിച്ചതിൽ 50,000 രൂപ വരെ സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ട്. കാരണം BSCക്കും MSCക്കും ഒക്കെ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് 50,000 രൂപ വരെ സ്കോളർഷിപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. കനത്ത മഴയിൽ റോഡ് തകർന്നതോടെ കാൽനടയാത്ര പോലും നിലച്ച് ദുരിതത്തിലായിരിക്കുകയാണ് ദ്വാരക ചാമാടുത്തുംപടി അരിനിരക്കുന്ന പ്രദേശവാസികൾ. റോഡ് നന്നാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടവ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ദ്വാരക ചാമാടുത്തുംപടി അരിനിരക്കുന്ന റോഡാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പൂർണ്ണമായും തകർന്നത്. 6ാം മൈലിലേക്കും ദ്വാരകയിലേക്കുമുള്ള പ്രദേശവാസികളുടെ പ്രധാന ആശ്രയമായ റോഡാണ് തകർന്ന് കാൽനടയാത്ര പോലും നിലച്ചിരിക്കുന്നത്. ദ്വാരക സേക്രഡ് ഹാർട്ട് സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ, ആദിവാസി കോളനി ഉൾപ്പെടെ 200ഓളം കുടുംബങ്ങളും ഉപയോഗിക്കുന്ന റോഡാണ് തകർന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പ്രദേശവാസികൾ 3 കിലോമീറ്ററോളം അധികം സഞ്ചരിച്ചാണ് പ്രധാന നിരത്തിലെത്തുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൽ പ്രദേശത്തെ തോട് വഴിമാറി ഒഴുകിയിരുന്നു. ഈ തോട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയതോടെയാണ് വെള്ളം റോഡിലേക്ക് കുതിച്ചെത്തിയത്. ഇത് റോഡ് തകരാൻ ഇടയാക്കി. ഇതിന് തൊട്ടടുത്താണ് കഴിഞ്ഞ പ്രളയത്തിൽ 75 സെന്റ് സ്ഥലത്തെ ഭൂമി നിരങ്ങി നീങ്ങിയത്. വെള്ളവും റോഡിന്റെ കെട്ടും റോഡിനടിയിലുണ്ടായിരുന്ന പൈപ്പുകളും ചിതറിത്തെറിച്ചതോടെ പ്രദേശത്തെ 2 ഏക്കർ വയലിലെ നെൽകൃഷിയും പൂർണ്ണമായും നശിച്ചു. റോഡ് പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളം ഇവിടെ നിറഞ്ഞ് വയൽ നിറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ ഇല്ലാത്തതുകൊണ്ട് പൊട്ടി എല്ലാം പൊളിഞ്ഞു പോയി. വഴിയെല്ലാം മോശമായി. വെള്ളം പോയി. ഒരു 5 മീറ്റർ 6 മീറ്റർ ദൂരത്തിൽ റോഡ് കംപ്ലീറ്റ് പോയി. വയനാട് വിഷൻ, മാനന്തവാടി. ജനമൈത്രി പോലീസ് പുനഃസംഘടനാ മീറ്റിംഗ് നടന്നു. കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി SI അജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. അതിന്റെ ആദ്യപടിയെന്നോണം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് SI അജേഷ് കുമാർ പറഞ്ഞു. ASI റസാഖ് അധ്യക്ഷനായിരുന്നു. സുലോചന, മമ്മൂട്ടി, ആന്റണി, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനമൈത്രിയുടെ ഭാഗമായി ഇന്നിവിടെ മീറ്റിംഗ് കൂടുകയും ജനമൈത്രിയിൽ ചെയ്യേണ്ട കുറേ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കുറേ തീരുമാനങ്ങളെടുത്തു. അതായത് ഒരു കുട്ടികൾക്കെതിരെ ഉള്ളൊരു അതിക്രമം തടയുന്നതിന് ഒരു കാര്യങ്ങളെക്കുറിച്ചും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയും അതിനുവേണ്ട ഒരു അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലഹരി ഉപയോഗമായി കമ്പളക്കാട് ടൗണിൽ ഒരു അവയർനെസ് ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ ജനങ്ങളിൽ കൂടുതൽ സേവനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഓരോ ഭാഗത്തുള്ള ആൾക്കാരെയും ജനമൈത്രിയുടെ അംഗങ്ങളാക്കിയിട്ടുണ്ട്. അവരെ നിയോഗിച്ചുകൊണ്ട് ഓരോ ഭാഗത്തും നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ മണ്ണിടിഞ്ഞത് വീടുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. എടവക പഞ്ചായത്തിലെ തോണിച്ചാൽ പുത്തൻപുരയിൽ കബീറിന്റെ വീടിന്റെ പുറകുവശത്ത് മതിലാണ് ഇടിഞ്ഞത്. വെള്ളിയാഴ്ച ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിലെ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു താഴുകയായിരുന്നു. ഇത് സമീപത്തെ കൊച്ചുതുണ്ടിൽ തങ്കപ്പൻ, കാൽപ്പാത്തിക്കടവിൽ ശെൽവരാജ് എന്നിവരുടെ വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. കബീറിന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. വർക്കേരിയ, സംരക്ഷണ മതിൽ എന്നിവയെല്ലാമാണ് ഇടിഞ്ഞു താഴ്ന്നത്. അടുക്കളയ്ക്കും വിള്ളൽ വീണിട്ടുണ്ട്. സംരക്ഷണ മതിലിന്റെ കല്ല്, കോൺക്രീറ്റ്, മണ്ണ് എന്നിവയെല്ലാം സമീപത്തെ വീടിന്റെ മുറ്റത്തേക്കാണ് പതിച്ചത്. എന്നാൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിൽ
കബീർ ഖാൻ പറഞ്ഞുള്ള വീടിൻ്റെ പകുതി ഭാഗം വെള്ളിയാഴ്ച മഴയിലിടുകയും അപ്പോൾ ബാക്കി ഇന്നലത്തെ ശക്തമായ മഴയിൽ ഈ ഭാഗം മൊത്തം ഇടിഞ്ഞ് തങ്കപ്പേട്ടൻ്റെ വീടിന് ഭീഷണിയായി അടുത്തടുത്ത് 3 വീടിനും ഈ മതിൽ ഇടിഞ്ഞുകൊണ്ട് ശക്തമായ ഭീഷണിയാണ്. വയനാട് വിഷൻ മാനന്തവാടി. തരുവണ നിരവിൽപ്പുഴ റോഡ് നിർമ്മാണം പോസ്റ്റ് മാറ്റാൻ KSEBക്ക് കരാറുകാരൻ നൽകിയ പണത്തിന് ചെക്ക് മടങ്ങിയതിനാൽ പോസ്റ്റ് മാറ്റൽ വൈകും. ഇക്കാരണത്താൽ റോഡ് പണി ഇനിയും വൈകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് KSEB പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ബാങ്ക് ശാഖയിൽ കരാറുകാരൻ നൽകിയ ചെക്ക് പണമില്ലാത്തതിനാൽ മടങ്ങിയത്. 5,65,000 രൂപയുടെ ചെക്കാണ് കഴിഞ്ഞ ദിവസം മടങ്ങിയത്. അതിനാൽ KSEB പോസ്റ്റ് മാറ്റുന്നത് കാലതാമസം നേരിടുമെന്ന് ഉറപ്പാണ്. ഇത് റോഡ് പണിക്ക് വീണ്ടും താമസമുണ്ടാവാൻ കാരണമാകും. ജനപ്രതിനിധികൾക്കും റോഡ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പ് ഈ മാസം 8-ാം തീയതി തരുവണ മുതൽ വെള്ളമുണ്ട 8-4 വരെ 1 ഇഞ്ച് മെറ്റൽ ഉപയോഗിച്ചുള്ള കുഴിയടക്കൽ പ്രവൃത്തി നടക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കും എന്നാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ KSEB പോസ്റ്റ് മാറ്റേണ്ടതും വൻമരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുമായ പ്രദേശങ്ങളിൽ പ്രവൃത്തി താമസിക്കുമെന്ന് PWD തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ KSEB പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നത് താമസിച്ചാൽ റോഡ് പണി നീണ്ടുപോകുമെന്ന് ഉറപ്പാണ്. പണം ലഭിച്ചാൽ ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ KSEB തയ്യാറാണ്. പക്ഷേ പണം ലഭിച്ചില്ലെങ്കിൽ ബോർഡിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലുമാണ്. MLAയുടെയും PWD അധികാരികളുടെയും ഉറപ്പിന്മേൽ താൽക്കാലികമായി കെട്ടടങ്ങിയ ജനരോഷം വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ KSEBക്ക് പണം നൽകുമെന്ന ഉറപ്പാണ് കരാറുകാരൻ നൽകുന്നത്. വയനാട് വിഷൻ വെള്ളമുണ്ട. കണിയാമറ്റ ഗ്രാമപഞ്ചായത്ത് DM വിംസ് മാതൃഭൂമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കമ്പളക്കാട് ടൗണിലെ വിംസ് റൂറൽ ഹെൽത്ത് സെന്ററിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 300ഓളം പേർ പങ്കെടുത്തു. രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി. ജനറൽ മെഡിസിൻ, ENT, സർജറി തുടങ്ങിയ വിഭാഗങ്ങളിലായിരുന്നു ക്യാമ്പ് നടന്നത്. കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ കടവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ബുക്സ് മാനേജർ രവീന്ദ്രൻ അധ്യക്ഷനായി. സുസി കലംകോടൻ, ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ, മോയിൻ കടവൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജന വാരാചരണം സമാപനത്തിന്റെ ഭാഗമായി വയോജനവേദി മൂപ്പൈനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ നിയമ ബോധവൽക്കരണ സെമിനാർ നടത്തി. നെടുങ്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. യമുന ഉദ്ഘാടനം ചെയ്തു. AP വാസുദേവൻ, KV മാത്യു മാസ്റ്റർ, മേപ്പാടി പോലീസ് സബ് ഇൻസ്പെക്ടർ P. ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല കോടതി വിധി തോണിച്ചാലിൽ മഹാശരണയാത്രയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ദ്വാരകയിൽ നിന്നും ആരംഭിച്ച യാത്ര തോണിച്ചാലിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സിൽ പുനത്തിൽ രാജൻ അധ്യക്ഷത വഹിച്ചു. EK ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. P. പരമേശ്വരൻ, P. സോമസുന്ദരൻ, KP ബാബുരാജ്, അഖിൽ പ്രേം, സുനിത, ശ്രീജ, സുരേന്ദ്രൻ, ഭാരതി ജയരാജ്, നിത, സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സദസ്സിൽ 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ഇതിലേക്ക് അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള വിശ്വാസികളെ അട്ടിമറിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പറ്റം ആളുകൾ അവർ ഉറച്ച് തീരുമാനിച്ചതിന്റെ പിന്നിൽ കോടതിയെ സമീപിക്കുകയും ആ കോടതിയിൽ നിന്ന് ഒരു വിധി, നമ്മുടെ എന്താ പറയാ, വിധിയെ കുറിച്ച് ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ആ വിധി വന്നിരിക്കുന്നത്. ഞാൻ കോടതിയെ നിന്ദിച്ച് പറയുന്നതല്ല, നമ്മുടെ ഭരണഘടനയും അതേപോലെ തന്നെ കോടതിയൊക്കെ ഈ രാജ്യത്ത് നിലവിൽ വന്നിട്ട് 10-100 വർഷമായിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ ശബരിമല പോലത്തെ ഈ ആചാര സംഹിത ഈ രാജ്യത്ത് ഉടലെടുത്തത് നമ്മുടെയൊക്കെ പിതാമഹന്മാരായിട്ടുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നമ്മുടെ ഈ ആചാര സംഹിതകൾ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. DAWF ഏരിയ സമ്മേളനം വൈത്തിരി കുഞ്ഞിക്കണ്ണൻ നഗറിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം M. സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ വികലാംഗ കോർപ്പറേഷൻ അനുവദിക്കുക, ജില്ലയിൽ എല്ലാ ഭാഗത്തും വികലാംഗർക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഏരിയ സെക്രട്ടറി CH മമ്മി അധ്യക്ഷനായിരുന്നു. ഒരു മെത്രോപൊലിറ്റ സഖാവിനെ പറ്റി വർണ്ണിച്ചത് കേരളത്തിന് തന്ന വരദാനാണ് പിണറായി വിജയൻ. അതിനങ്ങനെ പറയുന്നത് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മമ്മൂട്ടി കോമ്പിയെ തെരഞ്ഞെടുത്തു. നിലവിൽ പ്രവാസി കോൺഗ്രസ് മാനന്തവാടി നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. 5-ാം മൈൽ കാരക്കാമല സ്വദേശിയായ ഇദ്ദേഹം കോൺഗ്രസ് പനമരം ബ്ലോക്ക് കമ്മിറ്റി അംഗം കൂടിയാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DYFI വയനാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി K. റഫീഖിനെ വീണ്ടും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി KM ഫ്രാൻസിസിനെയും ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു.
വെള്ളമുണ്ട കൊച്ചാർ കോളനിയിൽ മദ്യം കഴിച്ചു 3 പേർ മരിച്ച സംഭവം. മദ്യത്തിൽ മാരക വിഷം കലർന്നതായി സൂചന. ഫോറൻസിക് റിപ്പോർട്ട് നാളെ ലഭിക്കും. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് നാളെ ഉണ്ടായേക്കും. വെള്ളമുണ്ടയിൽ വീണ്ടും മോഷണം. പീച്ചംകോട് തയ്യത്ത് രാജേഷ് കുമാറിന്റെ വീട്ടിൽ നിന്നും 23 പവൻ കവർന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ത്വക്ക് രോഗ വിദഗ്ധനെ മാറ്റി. ആവശ്യത്തിന് ചികിത്സ ലഭിക്കാതെ രോഗികൾ ദുരിതത്തിൽ. മേപ്പാടിയിൽ മുദ്രപത്രം ലഭിക്കാനില്ല. പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.